ഹലോ, എല്ലാവർക്കും നമസ്കാരം. കഥാസാഗരത്തിൽ നമുക്കിന്ന് ഒരു പുതിയ കഥയിലേക്ക് പോകാം. കഥയുടെ പേര് ബോധി ധാബ. മഞ്ജു വൈക്കിരി എഴുതിയ ഈ കഥ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് സതീഷ് മരോട്ടിച്ചാൽ. കഥയിലേക്ക് പോകാം. ബോധി ധാബ. എന്നെ ഓർമ്മയുണ്ടോ? നല്ല മുഖപരിചയം തോന്നി ബുദ്ധന്. ഭൗതികതയുടെ വാതിലുകൾ അടഞ്ഞുപോയി എന്ന് ഭാവിച്ചിരുന്ന അയാളുടെ ആത്മീയ നഭസിൻ്റെ കൃത്യം നടുക്കായി ഒരു മിന്നലാളി. യശോദരെ, നീയോ? മറന്നിട്ടില്ല അല്ലേ? യശോദര ചിരിച്ചു. മറന്നുവെന്നാണ് ഞാൻ ഇതുവരെയും വിചാരിച്ചിരുന്നത്. അത് പറയുമ്പോൾ ബുദ്ധൻ്റെ മുഖത്ത് കടുത്ത നിരാശ വെളിപ്പെട്ടു. നിങ്ങളിപ്പോഴും പഴയതുപോലെ തന്നെ ഡിപ്രസഡ് ആണെന്ന് തോന്നുന്നല്ലോ. യശോദര ബുദ്ധനെ ആകെയൊന്ന് നോക്കി. ബുദ്ധൻ പ്രതികരിച്ചില്ല. ബോധി ധാബയുടെ കൗണ്ടറിലേക്ക് വരികയായിരുന്ന വിളമ്പുകാരനിലേക്കായി ആ സമയത്ത് അയാളുടെ ശ്രദ്ധ. കാത്തു നിൽക്കുകയായിരുന്ന ബുദ്ധൻ്റെ കയ്യിലെ പാത്രത്തിലേക്ക് വിളമ്പുകാരൻ ഒരു സുക്ക റൊട്ടി ഇട്ടുകൊടുത്തു. ആ സമയത്ത് ബോധി ധാബയുടെ കൗണ്ടറിലെ മേശപ്പുറത്ത് ടിഷ്യൂ പേപ്പറിന് പകരം പത്രക്കടലാസുകൾ മുറിച്ച് അടുക്കി വച്ചതിൽ നിന്ന് ഒരു കഷ്ണമെടുത്ത് മുഖം തുടച്ചിട്ട് ചുരുട്ടി ചവറ്റുകൊട്ടയിലിട്ട യശോദരയോട് കൈ കഴുകിയ ശേഷം അവിടേക്ക് വന്ന് ചെറുപ്പക്കാരൻ ചോദിച്ചു, ബിൽ പേ ചെയ്തോ അമ്മേ? ഉവ്വ്, യശോദര പറഞ്ഞു. ചെറുപ്പക്കാരൻ കൗണ്ടറിലെ മേശപ്പുറത്തിരുന്ന പാത്രത്തിൽ നിന്ന് പഞ്ചസാര പൊതിഞ്ഞ വറുത്ത ജീരകം അല്പമെടുത്ത് വായിലിട്ട് ചവച്ചു. അമ്മയുടെ നേർക്ക് കുറച്ചെടുത്ത് നീട്ടി. വേണ്ട, എനിക്ക് വേണ്ട. ആ രാഹുൽ, ഇതാരാണെന്ന് നിനക്ക് മനസ്സിലായോ? യശോദര തിരിഞ്ഞ് ബുദ്ധൻ നിന്നിരുന്ന സ്ഥലത്തേക്ക് വിരൽ ചൂണ്ടി. ബുദ്ധൻ അപ്പോഴേക്കും ധാബയുടെ പടി ഇറങ്ങി തിളയ്ക്കുന്ന വെയിലിലൂടെ നടക്കാൻ തുടങ്ങിയിരുന്നു. ഒരു പച്ചമുളകോ ഒരു കഷ്ണം ഉള്ളിയോ കൂടി തന്നിരുന്നെങ്കിൽ ഈ ഉണക്ക ചപ്പാത്തി തിന്നാൻ എളുപ്പമായേനെ. പിറുപിറുത്തുകൊണ്ട് വഴിയോരം ചേർന്ന് ഉണ്ടായിരുന്നതിൽ പകുതി ബോധത്തിൽ അയാൾ നടപ്പ് തുടർന്നു. വീണ്ടും അടുത്തൊരു കഥയിലേക്ക് വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.